ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രമായ കാന്ത റിലീസ് ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇതിനിടെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. ചിത്രത്തിൽ ദുൽഖർ അവതരിപ്പിക്കുന്ന എം.കെ. ത്യാഗരാജ ഭാഗവതരുടെ കുടുംബം ചിത്രത്തിൻ്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ചിത്രം ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം. കുടുംബാംഗങ്ങളോട് അനുവാദം ചോദിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ സിനിമയാക്കിയതെന്നും ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറ്റിയെങ്കിലും പ്രേക്ഷകർക്ക് ആളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തരത്തിലാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നതുമാണ് ആരോപണങ്ങൾ. എന്നാൽ ഈ ചിത്രം ത്യാഗരാജ ഭാഗവതരുടെ ബയോപിക് അല്ല എന്ന വിശദീകരണം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 14-ന് ആഗോള റിലീസായി എത്താനിരിക്കെയാണ് ചിത്രത്തിനെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവരോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള വെഫെയറർ ഫിലിംസ്, റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവ ചേർന്ന് നിർമ്മിച്ച് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത 1950 കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ചിത്രമാണ്. മികച്ച ഒത്തിരി ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വെഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രമെന്ന സവിശേഷത കൂടി കാന്തയ്ക്കുണ്ട്. ചിത്രത്തിൽ ദുൽഖർ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ എം.കെ. ത്യാഗരാജ ഭാഗവതർ ആരായിരുന്നു എന്ന അന്വേഷണം ചെന്നെത്തിയത് വളരെ അത്യപൂർവമായ ജീവിതകഥയിൽ രൂപപ്പെട്ട അസാമാന്യ ബഹുപ്രതിഭയായിരുന്ന തമിഴകത്തിൻ്റെ ആദ്യ സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിലേക്കാണ്. പ്രശസ്തിയുടെയും സമ്പന്നതയുടെയും കൊടുമുടിയിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെയും നിരാശയുടെയും അവസാന നാളുകളിൽ ചെന്നെത്തിയ ഭാഗവതരുടെ ജീവിതം ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. എം.കെ. ത്യാഗരാജ ഒരു നടൻ മാത്രമായിരുന്നില്ല, കർണാട്ടിക് സംഗീതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച മികച്ചൊരു ഗായകൻ കൂടിയായിരുന്നു. 1934-ൽ പാവലക്കൊടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയരംഗത്തേക്കുള്ള പ്രവേശനം. നായകന്മാർ സ്വന്തം പാട്ടുകൾ പാടേണ്ടിയിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം, തോളോളം നീളമുള്ള മുടി എന്നിവ അദ്ദേഹത്തെ ഒരു സെൻസേഷനാക്കി മാറ്റി. തൻ്റെ കരിയറിൽ അദ്ദേഹം ഏകദേശം 15 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിൽ 6 വൻ വിജയമായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. പത്രപ്രവർത്തകനായ ലക്ഷ്മികാന്തൻ്റെ കൊലപാതക കേസിൽ ഭാഗവതർ അറസ്റ്റിലാവുകയും 27 മാസങ്ങൾ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെയും ജീവിതത്തിൻ്റെയും എല്ലാ പ്രസരിപ്പും നഷ്ടമാവുകയും ചെയ്തു. 1959-ൽ ത്യാഗരാജ ഭാഗവതർ മരണത്തിന് കീഴടങ്ങി. ചിത്രം റിലീസാവുന്നതോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്കും ചോദ്യചിഹ്നങ്ങൾക്കുമെല്ലാം ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ.